സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. യമനിലെ ഹൂതികളുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ് ആർക്കിടെക്ട് ഓഫ് ഇറ്റ്സ് മിസൈൽ ആൻഡ് ഡ്രോൺ കേപ്പബിലിറ്റീസ് ആയിട്ടുള്ള മേജർ ജനറൽ മുഹമ്മദ് അൽ ഖമാരി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച കാര്യം വാർത്തകളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇദ്ദേഹം ഹൂതി മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള ആളാണ്. ഇദ്ദേഹത്തെ ഓഗസ്റ്റിൽ തന്നെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുകയും ഇദ്ദേഹത്തെ പരിക്കേൽപ്പിക്കുകയും ചെയ്തതാണ്. വളരെ ഗൗരവതരമായ പരിക്കേറ്റ ഇയാൾ ഈ ദിവസങ്ങളിലാണ്, കഴിഞ്ഞ ദിവസമാണ് മരിച്ചിട്ടുള്ളത്. അങ്ങനെ മരിച്ചതായിട്ട് അവർ പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ കുറച്ചുകൂടി നേരത്തെ മരിച്ചിട്ടുണ്ടാവാം. എന്തായാലും അവർ പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. അവരുടെ പ്രഖ്യാപനം വന്നത് ഇയാൾ മരിച്ചുപോയി എന്നത്. അപ്പോൾ ഇയാളെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ മനുഷ്യൻ്റെ നിര്യാണത്തിൽ അല്ലെങ്കിൽ മരണത്തിൽ അല്ലെങ്കിൽ കൊലപാതകത്തിൽ പ്രതികാരം അനുഷ്ഠിക്കും എന്ന് ഹൂതികൾ വ്രതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ചില പരിപാടികളുണ്ട്. അവർ പിന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വ്രതം എടുക്കും. നമ്മളുടെ ഇറാൻ ഈ ഹമാസിൻ്റെ വലിയ നേതാവിനെയും അതുപോലെ ഹെസ്ബോളയുടെ വലിയ നേതാവിനെയൊക്കെ ഇസ്രായേൽ കൊന്നതിൻ്റെ പേരിൽ ഇസ്രായേലിന് നേരെ പ്രതികാരം എടുക്കുന്നു വ്രതം ചെയ്തായിരുന്നു. ആ പ്രതികാരമാണ് 12 ദിവസമായിട്ട് ഇസ്രായേൽ അവരുടെ തലക്കെട്ടിട്ട് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ ഹൂതികളും ഒരു വ്രതം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വ്രതത്തിൻ്റെ കോൺസിക്വൻസ് എന്താണ് എന്നുള്ളത് ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ആളുകൾ ഉറ്റുനോക്കുകയാണ്. കാരണം ഹൂതികൾ ഇതിൻ്റെ പേരിൽ ഇസ്രായേലിനെ ആക്രമിച്ചാൽ നിശ്ചയമായും അത് സമാധാന കരാറിനെ, ഇപ്പോൾ ഗാസയിലെത്തിയുള്ള സമാധാന കരാറിനെ ബാധിക്കും എന്നുള്ളത് നിശ്ചയമാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു റെസ്പോൺസ് എന്താണ് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട്, അപ്പോൾ ഹൂതികളുടെ നടുവൊടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എന്നാലും ആ ഒടിഞ്ഞിടത്ത് കിടന്നുകൊണ്ട് ഒന്നുകൂടെ കൊത്താൻ പറ്റുമോ എന്നാണ് ഹൂതികൾ നോക്കുന്നത് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഹമാസിനെ സംബന്ധിച്ച് അവരിപ്പോൾ 10 ശവശരീരങ്ങളാണ് തിരിച്ചു കൊടുത്തിട്ടുള്ളത്. 10 ശവശരീരങ്ങളിൽ ഒരെണ്ണം ഇസ്രായേൽക്കാരുടേതല്ല, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ബന്ധികളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 9 ഡെഡ് ബോഡീസ് മാത്രമാണ് അവർ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പം അവരുടെ കയ്യിലുള്ളത് 18 ഡെഡ് ബോഡികളാണ്. 18 ഡെഡ് ബോഡികൾ കൂടി അവരുടെ കയ്യിലുണ്ട്. അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് കരാർ അനുസരിച്ച് അവർ നിർവഹിക്കേണ്ട കാര്യം. അപ്പോൾ അവർ പറയുന്നത് തങ്ങളുടെ ഉള്ളത് കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. മറ്റുള്ള ആളുകൾ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി. അത് ഇസ്രായേൽ ബോംബ് ചെയ്ത് തകർത്ത മാളങ്ങളിലാണ്, തുരങ്കങ്ങളിലാണുള്ളത്. അത് വീണ്ടെടുക്കാനാവുന്ന രീതിയിലല്ല ഉള്ളത്. വേറെ ചിലത് കെട്ടിടങ്ങൾ തകർന്നു പോയപ്പോൾ അതിൻ്റെ അടിപ്പെട്ട് കിടക്കുകയാണ്, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഓരോ ന്യായവാദങ്ങൾ ഇവർ പറയാണ്. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കഷനിൽ സൂചിപ്പിച്ചതുപോലെ ഈ സമാധാന കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വർത്താനം ഇവർ പറഞ്ഞിരുന്നില്ല. ഇവർ പറഞ്ഞിരുന്നത് ഈ പറയുന്ന മുഴുവൻ 48 ആളുകളുടെയും 28 ആളുകളുടെ 48 മൊത്തം, അതിൽ 20 പേര് ജീവനോടുള്ളത് കൊടുത്തു. ബാക്കി 28 ഡെഡ് ബോഡികളും അവർ നൽകാമെന്നുള്ളതായിരുന്നു കരാറിന്റെ ഭാഗമായി പറഞ്ഞത്. അപ്പോഴവർ പറഞ്ഞില്ല ഇത് തുരങ്കത്തിൽപ്പെട്ടുപോയി എന്നൊക്കെ. ഇസ്രായേലിന്റെ ഒരു ഇന്റലിജൻസ് ഇൻഫർമേഷൻ അനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് 6 മൃതദേഹങ്ങളെങ്കിലും ഇപ്പോൾ ഹമാസിന്റെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ ഒന്നുമില്ല എന്നാണ്, കഴിഞ്ഞു, ഞങ്ങളുടെ ഉള്ളതൊക്കെ കഴിഞ്ഞു, ഇനി ഉള്ളതൊക്കെ ഇനി എവിടെ നിന്നാണെന്ന് വെച്ചാൽ മാന്തി എടുക്കണം, അത് നിവൃത്തിയില്ല എന്നാണ്. പക്ഷേ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 6 എണ്ണമെങ്കിലും അവരുടെ റെഡി ആയിട്ടുണ്ട്, അത് അവർ നൽകാതെ വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ ഓരോ പ്രാവശ്യവും ഇത് വളരെ ബ്രിമിലേക്ക് എത്തുമ്പോൾ ഓരോന്ന് ഇപ്പം കിട്ടിയതാണെന്ന് പറഞ്ഞ് തന്ന് ഈ ഫേസ് 1 എന്ന് പറയുന്ന കരാറിന്റെ ആ ഒരു ഡ്യൂറേഷൻ അത് നീട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അവരുടെ IDF-ന് ഈ ഗാസയിൽ വീണ്ടും പ്രവേശിച്ച് ഈ ഹമാസിനെ എത്രയും വേഗം അവസാനിപ്പിക്കുന്നുള്ള ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ തയ്യാറാക്കുവാൻ വേണ്ടിയുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ലോകമാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന കാര്യമാണ്. അതായത് ഏത് നിമിഷവും ഗാസയിലേക്ക് തിരിച്ചു പ്രവേശിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഉള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. അതിനിടയിലൂടെ ട്രംപ് പറയുന്നു വി വിൽ ഹാവ് നോ ചോയ്സ് ബട്ട് ടു ഗോ ഇൻ ആൻഡ് കിൽ ദം എന്ന ഹമാസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നതിന് കാരണം ഗാസയിലെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഹമാസ് അക്രമം അഴിച്ചു വിടുകയാണ്. ഗാസയിൽ അവർക്ക് വിരോധമുള്ള സർവ്വ ആളുകളെയും അതുപോലെ അവരെ എതിർക്കാൻ ശ്രമിക്കുന്നവരെയും 100 കണക്കിന് ആളുകളെ അവർ കൊന്നു തള്ളുകയാണ്. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ ഗാസയിൽ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഹമാസ് അനുകൂല പത്രപ്രവർത്തനം മാത്രമാണ് അവിടെ നടക്കുന്നത്. BBC-ക്ക് അവിടെ ലേഖകന്മാരുണ്ടെങ്കിൽ അത് ഹമാസിന്റെ പ്രവർത്തകർ മാത്രമാണ്. ഹമാസിന്റെ പ്രവർത്തകർ പുറത്തേക്ക് നൽകുന്ന BBC ന്യൂസുകളാണ് BBC-യിലൂടെ നമുക്ക് പുറത്ത് കിട്ടുന്നത്. അൽ ജസീറ എന്ന് പറയുന്നത് ഹമാസിന്റെ തന്നെ മൗത്ത് പീസാണ്. അപ്പം അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഹമാസ് നിർമ്മിച്ചെടുത്തുള്ള വാർത്തകൾ മാത്രമാണ്. അവിടെ കുട്ടികൾക്ക് പട്ടിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിത്രം വരച്ച് അവരെ AI ജനറേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഈ വക പത്രങ്ങളിലൂടെ പുറത്തുവിടും.
എന്നിട്ട് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കും. അപ്പം അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ മുഴുവൻ, ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ മുഴുവൻ ഹമാസ് ജനറേറ്റഡ് ന്യൂസാണ്. കാരണം അവിടെയുള്ള ഈ ന്യൂസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ന്യൂസ് ഏജൻസികളിലൊക്കെ ഹമാസിന്റെ പ്രവർത്തകർ നുഴഞ്ഞു കയറി അവർ ന്യൂസിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. അപ്പം അങ്ങനെ ന്യൂസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളത് ഈ ഒരു സമാധാന കരാറിലൂടെ തന്നെ നമ്മൾ കണ്ടതാണ്. ലോകം മുഴുവൻ അവര് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു എന്നുള്ളൊരു വസ്തുതയാണ് ഇപ്പോഴും അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഗാസയിൽ എത്ര ആളുകൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക വാർത്തകൾ പുറത്തു വരുന്നത്. അവർ ഇൻഡിസ്ക്രിമിനേറ്റ് ആളുകളെ കൊല്ലുകയാണ്. അപ്പം ട്രംപ് ഇന്നലെ പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഹാവ് നോ ചോയ്സ് ബട്ട് ടു ഗോ ഇൻ ആൻഡ് കിൽ ദം. നമുക്ക് വേറെ യാതൊരു മാർഗവും ഇല്ല, ഉള്ളിൽ കടന്ന് ഹമാസിനെ തെരഞ്ഞു പിടിച്ച് കൊല്ലല്ലാണ്ട് വേറെ യാതൊരു വഴിയുമില്ല എന്നാണ് ഇന്നലെ ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഫ്രാജൈലായിട്ട് ഈ സംഗതികൾ മുന്നോട്ട് നീങ്ങണം. എന്തായാലും ശരി, അവർ പറഞ്ഞ എയ്ഡ് ട്രക്കുകൾ പ്രവേശിക്കുവാൻ വേണ്ടി, സഹായവുമായി വരുന്ന ട്രക്കുകൾ പ്രവേശിക്കാൻ വേണ്ടി കരാർ അനുസരിച്ച് 600 ട്രക്കുകൾക്കാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അത് ഈ ദിവസങ്ങളിലൊക്കെ 600 ട്രക്കുകൾ തന്നെ ഗാസയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതിനകത്ത് ഭക്ഷണ സാധനങ്ങളുണ്ട്, പിന്നെ മെഡിസിൻസ് ഉണ്ട്, കൂടാതെ പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഇവ സാധനങ്ങളെല്ലാം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇനി ഇവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് റാഫ ഗേറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ഈജിപ്തിലേക്ക് പോകുന്ന, ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴി ഇതുവരെയും തുറന്നു കൊടുത്തിട്ടില്ല. ആ വഴി തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. ഇതിനകത്തുള്ള ഒരു 25 കരാറുകളിലെ ഒരു പോയിന്റാണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഗാസയിൽ നിന്ന് പുറത്തേക്ക് ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഈജിപ്തിലേക്ക് പോകാൻ അനുവദിക്കുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ അത് ഈജിപ്തിലേക്ക് ഇസ്രായേലിന്റെ പെർമിഷൻ എടുത്താൽ മാത്രം റാഫയിലൂടെ ഇവർക്ക് ഈജിപ്തിലേക്ക് പോകാൻ സാധിക്കൂ. അങ്ങനെ പെർമിഷൻ എടുത്ത് പോയവർക്ക് മാത്രമേ തിരിച്ചു വരാൻ പറ്റൂ. ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകാം, തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ പോയിന്റ് തടഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് നിരവധി ആളുകൾക്ക് ചികിത്സ തേടി ഈജിപ്തിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഡെഡ് ബോഡി തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഗേറ്റിന്റെ ഓപ്പണിങ് ഇസ്രായേൽ വൈകിപ്പിക്കുകയാണ്. ഡെഡ് ബോഡി തിരിച്ചു തന്നാൽ മാത്രമേ ഈ ഗേറ്റ് അവർ ഓപ്പൺ ചെയ്യുള്ളൂ. നേരത്തെ പറഞ്ഞിരുന്നു അവർ ഈ എയ്ഡ് മെറ്റീരിയൽസിന്റെ ഭക്ഷണ സാധനങ്ങളകത്തേക്ക് കൊണ്ടുവരുന്ന അടക്കം തടയുമെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഈ ആഴ്ചയുടെ അവസാനത്തോടുകൂടി അവർ ഈ ആദ്യം ചെയ്യാൻ പോകുന്നത്, ആക്രമണത്തിന് മുൻപ് അവർ ചെയ്യാൻ പോകുന്നത് ഈ എയ്ഡ് മെറ്റീരിയൽസിന്റെ ഫ്ലോ തടയുകയും അതുപോലെ റാഫ വഴി പുറത്തേക്ക് പോകുന്നത് പൂർണ്ണമായും തടയുകയും ചെയ്യുകയാണ് അവർ ചെയ്യാൻ സാധ്യതയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആദ്യം ആക്രമണത്തിലേക്കല്ല കടക്കുക, ആദ്യം ഇങ്ങനത്തെ ചില പരിപാടികളിലേക്കാണ്. നമുക്കറിയാവുന്നതുപോലെ ഗാസ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓപ്പൺ ജയിൽ. അതിനകത്ത് പിന്നെ അതിന്റെ ആകാശം നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ്, അതിന്റെ കടൽ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ്, അതിന്റെ ബൗണ്ടറികൾ നിയന്ത്രിക്കുന്നതും ഇസ്രായേലാണ്. ഒരു ബൗണ്ടറിയിൽ ഈജിപ്തും ഉണ്ട്. അപ്പം ആ സ്ഥലത്ത് നിന്ന് ഒരാൾക്കും അകത്തേക്ക് പോകാനോ പുറത്തേക്ക് വരാനോ കഴിയില്ല. ഈ ഗാസ എന്ന് പറയുന്നത് ഈ ചട്ടിക്കകത്ത് കിടക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ചട്ടിക്കകത്ത് ഓടി നടന്നിട്ടുള്ള കളികൾക്ക് മാത്രമേ ഇവർക്ക് സാധിക്കുള്ളൂ. ഈ പറയുന്ന ആയുധങ്ങളൊക്കെ തുരങ്കങ്ങൾ നിർമ്മിച്ച്, ഈ ബോർഡറിന് അടിയിൽ കൂടെ തുരങ്കങ്ങൾ നിർമ്മിച്ച് ഈജിപ്തിൽ എത്തിയിട്ട് അവിടുന്ന് കടത്തിക്കൊണ്ടുവരുന്നതാണ്. ഇല്ലെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ ഇറാൻ കടലിലൂടെ കടത്തിക്കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് ഇവർക്ക് ആവശ്യത്തിനുള്ള ആയുധങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന വലിയ റോക്കറ്റ് ലോഞ്ചേഴ്സ് പോലുള്ള സാധനങ്ങൾ, പിന്നെ റോക്കറ്റുകൾ, അത് നിർമ്മിക്കാനുള്ള മെറ്റീരിയൽസ്, ഇതൊക്കെ വന്നിട്ടുള്ളത് ഈ ഈജിപ്തിൽ നിന്ന് തുടങ്ങുന്ന ഗാസയിലെത്തുന്ന തുരങ്കങ്ങളിലൂടെയാണ്. ഈ സാധനങ്ങളൊക്കെ ഇവർ എത്തിച്ചുകൊണ്ടിരുന്നത് എത്രയോ കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു. മുഴുവനായിട്ടും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, ഏകദേശം കുറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഓടിച്ചു പോകാൻ തക്ക വലിപ്പമുള്ള തുരങ്കങ്ങളാണ് ഈ രാജ്യങ്ങൾക്കിടയിൽ ഇവർ നിർമ്മിച്ച് ഉണ്ടാക്കിയിരുന്നത്. അതിനിടയിലൂടെ നമ്മുടെ UN ചീഫായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസിന് ഭയങ്കര സങ്കടം. ഇസ്രായേൽക്കാർ ഇപ്പം 120 പാലസ്തീനികളുടെ ശവശരീരങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിതിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്ന് ഒരു ഇസ്രായേൽക്കാരന്റെ ശവശരീരം കിട്ടുമ്പോൾ ഏകദേശം 15 പാലസ്തീനികളുടെ ശവശരീരങ്ങൾ പല സ്ഥലങ്ങളിൽ പല പ്രാവശ്യം വെടികൊണ്ടൊക്കെ മരിച്ച് ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ബോഡികളുടെ കാര്യമാണ് ഈ പറയുന്നത്. അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ തിരിച്ചു കൊടുത്ത 120 ശവശരീരങ്ങളിൽ പലതിലും ചെറിയ പരിക്കുകളൊക്കെ കാണാനുണ്ട് എന്ന് ആന്റോണിയോ ഗുട്ടറസിന് ഭയങ്കര സങ്കടം. ഈ ഇസ്രായേലിലേക്ക് കിട്ടിയ ശവശരീരങ്ങളുടെ വരെ പരിക്ക് വരെയുണ്ടെന്ന് അദ്ദേഹം പരിശോധിച്ചിട്ടേ ഇല്ല. ഇദ്ദേഹം ഹമാസിന്റെ ഒരു സ്പോക്സ് പേഴ്സണായി പ്രവർത്തിക്കുകയാണ് എന്ന് വേണം വിചാരിക്കാൻ. അത് ഈ പറയുന്ന ശവശരീരങ്ങളുടെ മുകളിൽ കണ്ട പരിക്കുകൾ ആർ എക്സ്ട്രീംലി കൺസേണിങ്. അത് വളരെയേറെ പരിഗണന അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്താലും നോക്കാൻ അദ്ദേഹത്തിന് കണ്ണുണ്ട്. ഹമാസിന്റെ ഭീകരപ്രവർത്തകർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണാൻ അദ്ദേഹത്തിന് കണ്ണില്ല എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഈ പീസ് പ്ലാനിനെ കുറിച്ചൊക്കെ ഒരുപാട് ആർട്ടിക്കിൾസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇങ്ങനെ 20 പോയിന്റ് പീസ് പ്ലാനിലെത്താൻ അമേരിക്കയെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ചൈനയുടെ ഇടപെടൽ അവിടെ തടയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സംഗതി, അറബ് രാജ്യങ്ങളിൽ അമേരിക്കൻ ഇൻട്രസ്റ്റ് ഒരുപാടുണ്ട്.
അമേരിക്കയുടെ ഒരുപാട് ബിസിനസ് ഇൻട്രസ്റ്റുകൾ അവിടെ ഉണ്ട്. അമേരിക്കൻ ബിസിനസ്സുകാരുടെ ഇൻട്രസ്റ്റ് ഉണ്ട്, ട്രംപ് അടക്കമുള്ള ബിസിനസ്സുകാരുടെ ഇൻട്രസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ഇൻട്രസ്റ്റുകൾ മുഴുവൻ പാലിക്കാൻ വേണ്ടി ചൈന ഏതെങ്കിലും തരത്തിൽ ഇവിടേക്ക് കടന്നു കയറുമോ എന്നുള്ള ഭയമാണ് അമേരിക്കയെ കൊണ്ട് വളരെ വേഗത്തിൽ ഇത്തരത്തിലൊരു 20 പോയിന്റ് പീസ് പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ നിർബന്ധിതമാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇപ്പോൾ ഓയിൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഗൾഫ് റീജിയനിൽ നിന്ന് ഓയിൽ എക്സ്പോർട്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് ചൈനയിലേക്കാണ്. ചൈനയ്ക്ക് ആവശ്യത്തിന് ഓയിലില്ല, ചൈന ഓയിൽ വാങ്ങുകയാണ്. അത് റഷ്യയിൽ നിന്നും ഗൾഫ് റീജിയനിൽ നിന്നുമാണ് ചൈന ഓയിൽ കളക്ട് ചെയ്തത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെ നമുക്കറിയാം. നേരെ മറിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് ഓയിൽ റിച്ച് ആണ്, അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ഓയിലുണ്ട്. ഈ പറയുന്ന ഗൾഫിൽ നിന്ന് ഓയിൽ വാങ്ങിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ചൈനയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ, ഒരു ഡയറക്റ്റ് എൻഗേജ്മെന്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ ചൈനയുടെ ഫ്യൂവൽ കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ചൈനയ്ക്ക് ഫ്യൂവൽ പോകുന്നത് ഗൾഫ് റീജിയനിൽ നിന്നാണ്. ചൈനയുടെ ഫ്യൂവൽ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കണമെങ്കിൽ, ചൈനയ്ക്ക് ഫ്യൂവൽ കിട്ടുന്നത് നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഗൾഫ് റീജിയന്റെ മേലെ അമേരിക്കയ്ക്ക് കർശനമായ നിയന്ത്രണം ഉണ്ടായേ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഉണ്ട്. കാരണം ഇത് അമേരിക്കയും ഇസ്രായേലും ഒരേ തരത്തിലുള്ള ഇൻട്രസ്റ്റിൽ പ്ലേ ചെയ്യുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അമേരിക്കയുടെ ഇൻട്രസ്റ്റും ഇസ്രായേലിന്റെ ഇൻട്രസ്റ്റും ഡിഫറെന്റ് ഇൻട്രസ്റ്റുകളല്ല, സെയിം ഇൻട്രസ്റ്റുകളാണ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ ഈ ഖത്തറിനെ ആക്രമിച്ച അതിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ചൈനീസ് ഭാഗത്തേക്ക് ചായുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. അതിനിടയിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ബ്രോക്കർ നേഷൻ ഉണ്ട്. അവൻ ആർക്കും ബ്രോക്കർ ചെയ്യും, തനി എങ്ങോട്ടും ഏത് ഭാഗത്തേക്ക് ചായനും ആർക്ക് വേണ്ടിയും എന്ത് പണിയും ചെയ്യാൻ തയ്യാറുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ അതിനിടയിലുള്ള ഒരു ഡിഫൻസ് കരാറുണ്ടാക്കി. അത് വലിയൊരു ഭീഷണിയായിട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ കണ്ടു. കാരണം പാകിസ്ഥാനിലെത്തിയാൽ അടുത്ത ചാട്ടം ചൈനയിലേക്കാണ്. അപ്പോൾ ആ ചാട്ടം നിയന്ത്രിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് 20 പോയിന്റ് പ്രോഗ്രാം കൊണ്ടുവരികയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ വീണ്ടും അമേരിക്കയുടെ വലയത്തിനുള്ളിൽ കെട്ടിയിടുകയും ചെയ്തത് എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്.